അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമുക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിരുന്നു മഴ. എല്ലായിടത്തും ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഉച്ച വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 4 മണി ആയപ്പോൾ ഭയങ്കര മഴ. കുട്ടികൾക്ക് സ്കൂൾ വിടുന്ന സമയത്ത് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷമോളേനെ വിളിക്കാൻ പോയിട്ട് വരികയാണ്. ഇഷമോൾക്കാണ് മഴ കിട്ടിയത്. മറ്റവരൊക്കെ കുഞ്ഞു പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ആച്ചോട്ടൻ പിന്നെ വണ്ടിയിലല്ലേ വരിക. അത് കാരണം അവനും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തിയും ഉരുളൻകിഴങ്ങുള്ള കറി ഉണ്ടല്ലോ, ആ കറിയായിരുന്നു കേട്ടോ. എത്ര നല്ല കറി ചപ്പാത്തിക്ക് ഉണ്ടായാലും എൻ്റെ ആച്ചോട്ടൻ ചായ ഒഴിച്ചിട്ട് തന്നെ ചപ്പാത്തി കഴിക്കുള്ളൂ. ചപ്പാത്തി കഴിക്കണമെങ്കിൽ അവന് ചായയും പഞ്ചസാരയും വേണം. അങ്ങനെ ഏട്ടാ കഴിക്കുള്ളൂ. അപ്പോൾ ഇതാ കുഞ്ഞു പാഷൻ ഫ്രൂട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. കുഞ്ഞിന് നല്ല ക്ഷീണമായിട്ടാണ്. അവന് വയറുവേദന ആയതുകൊണ്ട് നല്ല ക്ഷീണമാണ്. എന്നിട്ട് ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ആച്ചൂട്ടൻ പോവാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സ്നേഹപ്രകടനമാണ്. ഏട്ടനും അനിയനും കൂടിയിട്ട് ഉമ്മ വയ്ക്കട്ടോ. അങ്ങനെ അവരൊക്കെ സ്കൂളിൽ പോയി. എല്ലാവരും സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ നമ്മുടെ കിടക്കൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. പുതപ്പൊക്കെ അങ്ങനെ വാരി വലിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ ചവിട്ടി കയറിയിട്ടേ 2 ദിവസം കൂടുമ്പോഴേലും മാറ്റിയിട്ടില്ലെങ്കിൽ ആകെ വൃത്തികേടാക്കുള്ളൂ ഇവർ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്താ പറയുക, തലോണൊക്കെ ഇങ്ങനെ ആകെ എന്തെന്നാ പറയുക, കുട്ടികളൊക്കെ പിച്ചി പൊളിച്ചിട്ട് ആകെ നാശമാക്കി. കുഞ്ഞു കുട്ടികളുള്ള പോലെ തന്നെയാണ് ഇപ്പോഴും പിള്ളേരുടെ അംഗങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കുടഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് നോക്കണം. അവിടെ ആരോ ഹോൺ അടിക്കണ പോലെ കേട്ടു. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കിടക്കയും ഇതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. അടിച്ചു വാരലും തുടക്കലൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നൊരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ പറയാം, വീഡിയോയിൽ പറയാം. അത് കാരണം ഇന്ന് രാവിലെ മുതലേ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ളിൽ നല്ല പേടിയായി. എന്താ പറയുക, കൈയും കാലും വിറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, വിറച്ചിട്ട് എനിക്ക് രാവിലെ തന്നെ കുറേ നേരം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴൊക്കെയാണ് അങ്ങനെ ശരിയായത് കേട്ടോ. അപ്പോൾ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറയാം, കാര്യം പറയാം. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടാ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. എന്തായാലും തലേണൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞിട്ട് എന്താ പറയുക, വയസ്സായവരെ പോലെ ആകെ എടുത്താൽ പൊന്താണ്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണമെങ്കിൽ ഉമ്മ തന്ന തലാണ് കേട്ടോ അതൊക്കെ. അതൊന്നും സുഖമില്ല. അതിലൊന്നും തല വെക്കാൻ വേണ്ടിയിട്ട് സുഖമില്ലാണ്ടായി. ഇനി വേറെ ഒന്നല്ലെങ്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുഖം കണ്ടറിയാം പേടിച്ചിറങ്ങിയിട്ടായിരിക്കണത് എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് എന്തായാലും തിരുമ്പാനുള്ളത് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനെന്നാൽ ഈ ഒരു സൈഡ് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ സൈഡൊക്കെ അടിച്ചു വാരിയിട്ടാണ്. അപ്പോൾ അപ്പുറത്തെ ഭാഗം അടിക്കണതൊന്നും ഞാൻ എടുത്തില്ല. ഇവിടെ ആകെ ഈ ഇര കുത്തിയിട്ടുള്ള മണ്ണുണ്ടല്ലോ, ആകെ നല്ല ഇരണ്ട് കേട്ടോ നമ്മുടെ ഈ ബാക്ക് വശത്തൊക്കെ. അപ്പോൾ അതിങ്ങനെ കുത്തിയിട്ട് മണ്ണാക്കി വയ്ക്കും. നമ്മൾ അടിച്ചിട്ട് കയറുമ്പോഴേക്കും വീണ്ടും അവർക്ക് അങ്ങനെ ആക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. രാവിലേക്ക് ആവുമ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ മഴ പെയ്യുക. ആദ്യത്തെ പോലെ ഒന്നുമല്ല. ഇപ്പം മഴ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. എന്താണാവോ ഉണ്ടാവുക എന്നുള്ളൊരു പേടിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെ തന്നെ ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും മഴ പെയ്യുമ്പോൾ എന്താണാവോ ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് വെള്ളരി ആട്ടോ കിട്ടിയിരിക്കുന്നത്. റേഷൻ കടയിലത്തെ വെള്ളരി ഉണ്ടല്ലോ, അതാണ് കിട്ടിയിരിക്കുന്നത്. അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, കുഞ്ഞുവിന് വലിയ ഇഷ്ടമില്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ലാതെ കഴിക്കും. ഞങ്ങൾക്ക് രണ്ടാൾക്കും തീരെ പറ്റില്ല. അപ്പോൾ എനിക്കത് തീരെ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കുത്തരി കഴിച്ചിട്ടാണ് വളർന്നേക്കുന്നത്. എൻ്റെ ഉമ്മാക്ക് അങ്ങനെ മാമാക്ക് ഇങ്ങനെ പാടമുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ പാട്ടത്തിന് എടുക്കില്ലേ, അങ്ങനെ എടുത്തിട്ട് കൊയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അത് കഴിച്ച് ശീലമായി. അപ്പോൾ ഇതൊരു പുതുമുഖം ആരാന്ന് വിചാരിക്കേണ്ട. ഇത് അളിയനും താത്താടെ മോനാട്ടോ അത്. മറ്റേത് അളിയനാണ്. അപ്പോൾ അവൻ 2 ദിവസമായിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് അങ്ങനെ പോയി. ഞാൻ ചോറിന് അരി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വരണത്. അപ്പോൾ ഇതാണ് സംഭവം ഞാൻ പറയാൻ നിന്നത്. അപ്പോൾ ഞാൻ രാവിലെ 5:30 5:15 5:00 ആകുമ്പോൾ എണീക്കും കേട്ടോ. അപ്പോൾ എണീച്ചിട്ട് ഇങ്ങനെ പുറത്തത്തെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ താഴത്തേക്കൊക്കെ നല്ലോണം നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ചെരുപ്പുമ്മലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചെരുപ്പൊക്കെ ഇട്ടത്. നല്ല ശ്രദ്ധിച്ചിട്ട് താഴത്തേക്ക് മാത്രം നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ മുകളിലേക്ക് നോക്കിയില്ല. വാതിൽ തുറന്ന വശം എൻ്റെ പെരടിയിലേക്ക് പാമ്പ് ചാടി. അയ്യോ, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവും. ഞാൻ മുടി ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെച്ചിട്ട് നമ്മൾ ഷാള് ചുറ്റി കെട്ടില്ലേ തലയിൽ, അങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു ഷാള്. എന്നിട്ട് ബാത്റൂമിലേക്ക് പോയതാണ്. അപ്പോൾ എന്താ പറയുക,
വാതിൽ തുറന്ന വശം മേത്ത് കൂടെ അങ്ങോട്ട് ചാടി. അപ്പോൾ പാമ്പ് നല്ല തണുപ്പാണല്ലോ, അത് നേരെ നമ്മുടെ കഴുത്തിൽ വന്നിട്ട് അങ്ങോട്ട് ഒരു തണുപ്പാ തട്ടി. ആകെ പേടിച്ചുട്ടാ. അന്ന് ഞാൻ ചീറിയൊന്നുമില്ല പേടിച്ചിട്ട്. എനിക്ക് ആ എണീറ്റ് വന്നിട്ടുള്ള ആ മന്നപ്പോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അത് കാരണം ഞാൻ ചീറിയൊന്നുമില്ല. എന്നാലും എനിക്ക് ആകെ വിറച്ചു ഞാൻ. ഇത് കാണിക്കുന്നത് എൻ്റെ താത്താടെ മോൻ കൊണ്ടുവന്നിട്ടുള്ള, അവൻ ഞങ്ങൾക്ക് പിള്ളേർക്ക് മിഠായിയും ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെറുതെ വീഡിയോ പിടിച്ചതാണ്. വേറെ നല്ല കുട്ടികൾക്കുള്ള മിഠായി, പിന്നെ സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ സന്തോഷമാണല്ലേ. പിള്ളേരൊക്കെ വലുതായി. പിള്ളേർ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളൊക്കെ എടുത്തുകൊണ്ട് നടന്നിരുന്ന പിള്ളേരൊക്കെ വലുതായി ഗൾഫിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്താ എന്തോ പോലെ തോന്നിയിട്ട് അവനൊക്കെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവൻ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ അവനൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെമരു പാമ്പായിരുന്നു കേട്ടോ. നമ്മൾ ചുമരുമൊക്കെ ഉണ്ടാവില്ലേ ഒരു വെള്ളിക്കട്ടൻ പോലത്തെ പാമ്പ്, അതായിരുന്നു. അതിൻ്റെ വലിയ പാമ്പല്ല, എന്നാൽ നമ്മളതിനെ കൊല്ലാനുള്ള ആരോഗ്യമുള്ളൊരു പാമ്പ് തന്നെയാണ് കേട്ടോ. അത് കടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടിയായിരുന്നു. അതും പെരടിക്ക് ചാടിയപ്പോഴേ എനിക്ക് അതിൻ്റെ ആ തണുപ്പൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെ ആയി. മേത്തൊക്കെ എന്തൊക്കെ പോലെ തോന്നിയിട്ട് അതെങ്ങനെ പറഞ്ഞു തരികയെന്ന് അറിയുന്നില്ല. അപ്പോൾ കുറേ നേരം ഷോക്കടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇങ്ങനെ പണികൾ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ചായയും കടിയൊന്നും ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോ പിടിക്കാഞ്ഞതും. പിന്നെ രാവിലെ കുറേ ഒന്നും അങ്ങനെ വീഡിയോ പിടിച്ചില്ല കേട്ടോ. അത് കാരണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതാ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അത് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചിട്ട് അതിങ്ങനെ ഇരുന്ന് അരിയാണ് കേട്ടോ. അത് അരിയണേൻ്റെ ഇടയിൽ എൻ്റെ വായിൽ മിഠായി ഉണ്ട് കേട്ടോ. അവൻ കൊണ്ടുവന്ന മിഠായി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരൊന്നും ഇല്ലല്ലോ, പിള്ളേർക്ക് എടുത്ത് വെച്ചേക്കാട്ടോ, അവർ വരട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ ഇന്ന് വെച്ചിട്ടില്ല. ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. മുരിങ്ങക്കായും കുമ്പളങ്ങയും കൂടി വെച്ചിട്ടിരുന്നല്ലേ, അതുണ്ട്. പിന്നെ ബീൻസ് ഉപ്പേരി വയ്ക്കും, പിന്നെ മോരും ഉണ്ട്. അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കട്ടോ. അപ്പോഴാണ് സ്കൂളിൽ നിന്ന് വിളി വരുന്നത്, ഹർഷാദിന് വയ്യ, അവന് വന്ന് കൊണ്ടുപോയിക്കോ, അവന് വയറ് വേദനയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം അങ്ങനെ തന്നെ രക്ഷിക്കാനെ പറഞ്ഞയച്ചു കേട്ടോ, വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്. ആള് പോയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതാ വന്നിട്ട് ഞാൻ കഞ്ഞി കൊടുക്കട്ടെ. നല്ല ചൂടുള്ള കഞ്ഞി ഉണ്ടായിരുന്നു. ചൂടുള്ള കഞ്ഞിയും ഉപ്പേരിയും കൂടിയിട്ട് അവൻ കഴിക്കണം. എന്താണാവോ വയറിന് എന്തോ പിടിക്കാത്തത്, വയറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെയുള്ളൂ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.